ഇപ്പോൾ ഉയരമുള്ള സ്ഥലങ്ങളിൽ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ ഒപ്പം കെട്ടിടത്തിൻ്റെ ഉൾവശങ്ങളിൽ മറയുള്ള ഭാഗങ്ങളിൽ എവിടെയൊക്കെ സാധ്യതയുണ്ടോ എല്ലാ ഇടങ്ങളും തപ്പുകയാണ് കേരള പോലീസ്. മാത്രമല്ല ഇരുട്ടിൽ അധിക ദൂരം പോകാൻ കഴിയില്ല എന്ന് തന്നെ പോലീസിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് ഇരുട്ടിൻ്റെ മറവിൽ ഏതെങ്കിലും ഒരു മറയുടെ മറവിൽ മറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എന്ന നിഗമനത്തിലാണ് കേരള പോലീസ്. ഇപ്പോൾ പലയിടങ്ങളിലും ആ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഉയരം കൂടിയ ഭാഗങ്ങളിൽ ഒപ്പം മറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ മരത്തിൻ്റെ മുകളിൽ ഒപ്പം കെട്ടിടത്തിൻ്റെ മുകളിൽ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ എവിടെയൊക്കെ ഇയാൾക്ക് പരിചയമായ സ്ഥലങ്ങളുണ്ടോ, ഇന്നലെ ഒരു രാത്രിയിൽ ഒരു കഴിച്ചുകൂട്ടിയ ഒരു രഹസ്യ സങ്കേതമുണ്ടെങ്കിൽ ആ സ്ഥലം എവിടെ എന്നതാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടവും വിടാതെയുള്ള ഒരു ഇഞ്ച് പോലും കളയാതെയുള്ള തെരച്ചിലിനാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മാട്ടായി മേഖലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം തത്സമയ ദൃശ്യങ്ങൾ വിവിധ ക്യാമറകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം തിരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊടും ക്രിമിനൽ ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള ഒരു കോമ്പിംഗ് ഓപ്പറേഷനാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുബഷീർ, ഷഫീഖ് കരുളായി, ഷിബു CS, ഇക്ബാൽ, വിനോദ് ചുങ്കത്ത്, രഞ്ജിത്ത് എന്നിവർ റിപ്പോർട്ടറിന്റെ വാർത്താ സംഘവും തെരച്ചിലിനോടൊപ്പം ചെന്താമരയെ പിടികൂടാനുള്ള ഈ സംഘത്തോടൊപ്പമുണ്ട്. ഇപ്പോൾ വാട്ടർ ടാങ്കിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തുന്നു. വാട്ടർ ടാങ്കിൽ മുകൾ ഭാഗത്തുണ്ടോ എന്നാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരള പോലീസിലെ ആംഡ് ബറ്റാലിയനിൽപ്പെട്ട പോലീസിലെ ചെറുപ്പക്കാർ ഈ തെരച്ചിലിന് നേതൃത്വം നൽകുന്നുണ്ട്. DYSPയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. വാട്ടർ ടാങ്കിന് മുകളിലുണ്ടോ, സഹോദരിയുടെ വീട്ടിലുണ്ടോ, കുറ്റിപ്പടർപ്പുകൾക്കിടയിലുണ്ടോ, കുറ്റിച്ചെടികൾക്കിടയിലുണ്ടോ എന്നാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മാട്ടായി മേഖലയിലെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ്. കുട്ടികളെ കണ്ട് തിരിഞ്ഞോടി ഈ ഇരുട്ടിലേക്ക് മറഞ്ഞ ചെന്താമര എവിടെയെന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഒരു കയ്യിലൊരു ടോർച്ച് പോലും ഇല്ലാതെ ഈ കുറ്റാക്കുറ്റിരുട്ടിൽ ഈ കൊടുംവനത്തിലൂടെ കാടിൻ്റെ ഇടങ്ങളിലൂടെ എങ്ങനെ പോകാൻ കഴിയും? ഇതിപ്പോൾ ഒരു ടാങ്കിൻ്റെ താഴ്ഭാഗമാണ്. അവിടെ ഒരു കോവണി പ്രേക്ഷകർക്ക് കാണാം. ഇനി ഇതിനിടയിൽ അയാൾക്ക് പരിചയമുള്ളൊരു സ്ഥലമാണെങ്കിൽ ഈ വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ അയാൾ ഉണ്ടോ എന്നതാണ് ഇപ്പോൾ പരിശോധന. ഇപ്പോൾ അവിടേക്ക് വെളിച്ചമടിച്ച് നോക്കുകയാണ് പോലീസും കൂടെയുള്ള കുട്ടികളും ചെറുപ്പക്കാരും അടക്കമുള്ളവർ. അല്പസമയം മുമ്പാണ് ചെന്താമര ഇരുട്ടിലേക്ക് മറഞ്ഞത്. ഇക്ബാലുണ്ട്. ഇക്ബാൽ, ഈ വാട്ടർ ടാങ്കിലും പലയിടങ്ങളിൽ ഒളിഞ്ഞിരിക്കാനുള്ള സ്ഥലമുണ്ട് അല്ലേ? അരുൺ, തീർച്ചയായും അതായത് ആ ഒരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഈ വാട്ടർ ടാങ്കിന് മുകളിൽ ഉൾപ്പെടെ പോലീസ് പരിശോധനയ്ക്ക് വേണ്ടി കയറിയിട്ടുള്ളത്. നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ആംഡ് ബറ്റാലിയൻ അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ വാട്ടർ ടാങ്കിന് മുകളിലേക്ക് കയറി പരിശോധന നടത്തുന്ന നാട്ടുകാരുണ്ട്, യുവാക്കളുണ്ട്. അവർ ഈ മേഖല പരിശോധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ വാട്ടർ ടാങ്കിന് മുകളിൽ നിന്ന് ഏതെല്ലാം മേഖലയിലേക്ക് തിരച്ചിൽ സംഘം പോയി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഇവിടെ നിന്ന് പരിശോധിക്കുമ്പോൾ ഒരു വനം മുഴുവൻ, ഒരു നാട് മുഴുവൻ ചെന്താമരയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിൻ്റെ കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചെന്താമര എവിടെയാണോ ഒളിച്ചിരിക്കാൻ സാധ്യത, ആ സാധ്യതകളിലേക്കെല്ലാം ഇന്ന് രാത്രിയിലേക്ക് തന്നെ ചെന്ന് കയറി അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക എന്നൊരൊറ്റ ലക്ഷ്യത്തിലേക്ക് ഈ നാട്ടിലെ യുവാക്കളും പോലീസും കടന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മാട്ടായി കോളനിയിലെ ഈ വാട്ടർ ടാങ്കിന് മുകളിൽ ഉൾപ്പെടെ പോലീസ് പരിശോധനയ്ക്ക് ഇറങ്ങുന്നത്. ഇപ്പോൾ ആ വാട്ടർ ടാങ്കിലെ പരിശോധന പൂർത്തിയാക്കി പോലീസ് സംഘം താഴത്തോട്ട് ഇറങ്ങുകയാണ്.